അടിക്കാൻ പോട്ടോ ഡെഡിക്കേഷൻ ആണ് ഗൈസ്, ഡെഡിക്കേഷൻ. അവ നോക്ക് സ്റ്റിയറിംഗ്. ഹായ് ഗൈസ്, ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനിയൊരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പാലുകാച്ചലാണ്. അതുകൊണ്ട് തന്നെ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാനും വേറെ കുറച്ച് പണികളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു 4 ദിവസത്തെ വീഡിയോസൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള വ്ളോഗായിരിക്കും കേട്ടോ ഇത്. വീടിനെ പെയിന്റ് അടിക്കാൻ വന്ന ആൾക്കാരാണ് രണ്ടുപേരും. അപ്പൊ എന്റെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ പോവാട്ടോ ഇന്ന്. അപ്പൊ ഇതാണ് ബിഫോർ തുടങ്ങി. ബിഫോർ ഇങ്ങനെയാണ്, ഇനി ആഫ്റ്റർ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കൂടി ഇറങ്ങിട്ടോ പെയിന്റ് അടിക്കാൻ. അവരിങ്ങനെ ചെയ്യണത് കാണുമ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് അവരെ കൂടെ ഒന്ന് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം പെയിന്റ് ഇങ്ങനെ എടുത്ത് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ പറയണത് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ബക്കറ്റ് പിടിക്കാനും ബ്രഷ് പിടിക്കാനും ഒക്കെ അതിൻ്റെതായ രീതിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എനിക്കിത് വല്ല അറിയണ്ടോ? ഞാൻ ആ ബ്രഷ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അടിച്ചു വിടുമായിരുന്നു കേട്ടോ. സംഭവം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ട് തോന്നുകയാണെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ നല്ല പണിയുണ്ട് കേട്ടോ. കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഞാനാണെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ അവരുടെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് പോവാണ്. ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്വന്തം ആൾക്കാരട്ടോ. ഒരാളെ കിടക്കണ്ട്. ഇപ്പൊ സമയത്ര ഈ വായിച്ചിട്ടില്ല. എത്ര രാവിലെ എപ്പോ തുടങ്ങിയത്? ഒരു 9:30 ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 7 മണി വരെ. ഡെഡിക്കേഷൻ ആണ് ഗൈസ്, ഡെഡിക്കേഷൻ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു, ഇന്നത്തെ പണി കഴിഞ്ഞു അല്ലേ? ഇനി നാളെ ബൈ. ഈ വീട്ടിലെ പാലാച്ചിലാണ് നാളെ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലെ പാലാച്ചൽ. ഇതെൻ്റെ ചെറിയച്ഛൻ്റെ വീടാട്ടോ. ഇതെൻ്റെ ചെറിയച്ഛൻ്റെ മോനാട്ടോ, കിച്ചു. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അതിനെനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ, ഒരു റൂമിലത്തെ സാധനങ്ങൾ അപ്പുറത്തേക്ക് മാറ്റണം, അത് അങ്ങോട്ടേക്ക് ആക്കണം, പിന്നെ വീണ്ടും തിരിച്ചു കൊണ്ട് വയ്ക്കണം. അങ്ങനെ കുറേ പണിയുണ്ടായിരുന്നു. കുറേ പാത്രങ്ങൾ നമ്മൾ എടുക്കാണ്ട് വെച്ച കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. നമ്മൾ പാലുകാച്ചൽ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ന് കുറേ കഴുകി വയ്ക്കാനും ഓൾമോസ്റ്റ് നമ്മളെ പണിയൊക്കെ തീരാനായിട്ടോ. ഇനിയിപ്പോൾ നാളെയും കൂടി കുറച്ചുകൂടി ഉണ്ടാവും. അപ്പോൾ നമ്മളെ പണിയൊക്കെ തീർന്ന് ഞാൻ ലാസ്റ്റ് ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഔട്ട്പുട്ട് ഇൻപുട്ട് ഇടയ്ക്കിടയ്ക്ക് മാറും. നല്ല മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകട്ടോ. ഒന്ന് മറ്റന്നാൾ ഞങ്ങൾ പാലുകാച്ചലാണ്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് ഞങ്ങൾ പോകണം. നല്ല മഴയാണ്, എന്താ ചെയ്യാ? അവ നോക്ക്. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ തീരാനായി. അപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല രീതിക്ക് ക്ഷീണിച്ചു. ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അവിൽ മിൽക്കൊക്കെ കഴിക്കാൻ പോയി. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളും എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഓട്ടോയിലാട്ട പോണത്. ചെയറും സ്റ്റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും പോയി. ഇതാട്ടോ ഞങ്ങളുടെ ഗ്രൗണ്ട്. പിന്നെ ഈ
കാണുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പെരിച്ചാഴിയാണെന്നാണ്. പക്ഷെ ഇത് പെരിച്ചാഴിയല്ല. ആരെങ്കിലും ഒരു കമന്റ് ചെയ്യട്ടോ. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതാ ചേച്ചി പോവാൻ നിൽക്കാണ്. കുട്ടികൾക്ക് ഇപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് പോവാണ്. ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ കാർ ഓടിക്കാൻ പഠിക്കണതിൻ്റെ. അതെ, ഗിയർ മാറ്റാനും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും നിർത്താനും പിന്നെ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ പഠിച്ചു. പിന്നെ പഠിപ്പിക്കുന്ന താത്തപ്പം ഓഫീസിൽ പോയിരിക്കുകയാണ്. ആ താത്തന്നെ വീട്ടിൻ്റെ അവിടെ വരെ കൊണ്ടാക്കും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ വീഡിയോ എടുത്താണ്. ഇതിൽ കാണുന്നത് ബ്രേക്ക്, അതിൻ്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ക്ലച്ച്, റൈറ്റ് സൈഡിൽ ആക്സിലേറ്റർ, ഇത് ഗിയർ, പിന്നെ സ്റ്റിയറിങ്. ഇന്നലെ എനിക്ക് 2 വീലറിൻ്റെ ക്ലാസ് ആയിരുന്നു ഗ്രൗണ്ടിൽ. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് അവർ ഓടിക്കാൻ തരില്ല, സ്റ്റാർട്ടൊന്നും ചെയ്ത് തരില്ല. എനിക്ക് ബാലൻസ് ഇല്ലാത്ത കാരണം തന്നെ ഒരു 3-4 ദിവസം അവർ തള്ളിപ്പിക്കും. ബൈക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ മഴയായ കാരണം മഴത്ത് തള്ളാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് അവർ പൊയ്ക്കോ പറഞ്ഞു. അങ്ങനെ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നും ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അതിനും പോകണം. നാളെ ഞാൻ ലീവാണ്. നാളെ വീട്ടിൽ പരിപാടിയായ കാരണം ലീവാണ്. അങ്ങനെ അതാ നാളത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ രീതിക്ക് അലങ്കാരപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.